ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതും റവയും തക്കാളിയും വെച്ചിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് രാവിലെ എപ്പോഴും ഒരേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ഞാനിത് 1.5 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് റവയ്ക്ക് 1.5 മുറി ഞാൻ എടുത്ത തക്കാളിയുടെ വലിപ്പം കണ്ടോ, അതുപോലെ 1.5 മുറി തക്കാളിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ റവയിലേക്ക് നമ്മൾ 1.5 കപ്പ് റവയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 5 മിനിറ്റ് കുതിരാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാന് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സവാളയാണ് കേട്ടോ, ഒരു ചെറിയ സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചട്നി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഏത് റെസിപ്പിക്കും ഈ ഒരു ചട്നി നല്ല ടേസ്റ്റാണ്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഞാൻ എരിവിന് 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എരിവിന് പച്ചമുളക് മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കണുള്ളൂ. ഉപ്പ് കൂടി പാകത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. കൂടുതൽ നേരം ഒന്നും വഴറ്റിയെടുക്കേണ്ട, 1 മിനിറ്റ് ഒന്ന് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നവരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടുതലൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചട്നി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അതേപോലെ കുറച്ച് തേങ്ങയും മതി. ഞാൻ 1 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് 1 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. കൂടുതൽ നേരമൊന്നും വേണ്ട, ഒന്ന് കളർ ചേഞ്ചായി വരുവോളം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്, അതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ റവ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. 5-10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി, കൂടുതൽ നേരമൊന്നും വെച്ച് കൊടുക്കണ്ട. നമ്മൾ ഈ ചട്നിക്ക് ഇതാക്കി എടുക്കുന്ന വരെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിത് മൊത്തത്തിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എടുത്ത തക്കാളി പോലത്തെ 1.5 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 കപ്പിന് 1.5 തക്കാളിയാണ്. പിന്നെ ഇതാ ഒരു 6 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവ് നിങ്ങളെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ, ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മൊത്തത്തിൽ 2 കപ്പാണ് നമുക്ക് റവയും പൊടികളും കൂടി ആയിട്ടുള്ളത്. ഇനി ഞാനിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1/2 കപ്പും കൂടി വെള്ളം എടുത്തിട്ട് ഈ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല തിക്കിലാണ്. അപ്പോൾ ഇതാ ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി മിക്സിയുടെ ജാറിൽ ഒഴിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ മൊത്തത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല, ഇത്രയും മതിയാവും. ഇനി നല്ലോണം മിക്സാക്കി എടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കാം. ഞാൻ ഇട്ട് കൊടുത്ത കറക്റ്റ് ഉപ്പാണ്. നിങ്ങൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാനൊന്ന് കഴുകി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തെടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മൾ വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചട്നി പരുവത്തിനൊന്ന് അരച്ചെടുക്കുക. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചട്നി എത്ര തിക്ക് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിലവർക്ക് കൂടുതൽ തിക്കിലായിരിക്കും ഇഷ്ടം, ചിലർക്ക് ലൂസിലായിരിക്കും. അപ്പോൾ ഞാനിത് ഇത്രയും തിക്കിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലോണം മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് കറിവേപ്പിലയും കടുകും ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ നല്ലൊരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചട്നി ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാത്തിനും ഒപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി കൂടിയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ദോശച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തല്ലോ നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം ഒരു തവി ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാനിതിൽ എണ്ണ തേച്ച് കൊടുക്കണില്ല. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് എണ്ണ തേച്ച് കൊടുക്കണ ചെറുതായിട്ട് തേച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ നേരെ കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പരത്തിയെടുക്കുക. അപ്പോഴാണ് നമുക്കിതുപോലെ കനം കുറച്ച് എത്ര കനം കുറച്ച് വേണമെങ്കിലും പരത്തിയെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. പിന്നെ കറക്റ്റ് വെള്ളമാകുമ്പോഴും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിത് ക്രിസ്പി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ക്രിസ്പി ആക്കി എടുക്കണില്ല. അപ്പോഴേക്കപ്പോൾ ചൂടോടെ കഴിക്കാനാണെങ്കിലാണ് ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിതുപോലെ ചൂടോടുക്കനെ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ക്രിസ്പി ആക്കി എടുക്കില്ല. ഒരു പുറം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ദാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. ക്രിസ്പി ആക്കി എടുക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോഴേ ചൂടോടുക്കനെ കഴിക്കണം. അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടിരുന്നാൽ ബലം വെച്ചിട്ട് നമുക്കത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇതേപോലെ ക്രിസ്പി ആക്കിയാണ്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിത് വൈകുന്നേരം വരെ വെച്ചാലും ഒരു കേടും വരില്ല. ഇപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയി വരുമ്പോൾ ഇതിൻ്റെ മേലൊന്ന് എണ്ണ തൂവി കൊടുക്കുക. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ മാത്രം തൂവി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ എണ്ണയുടെയൊക്കെ ഒരു നെയ്യോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. കണ്ടല്ലോ, നല്ല കനം കുറച്ചിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചട്നി കൂടി ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇനി ആ ചട്നി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചട്നി വേണമെങ്കിലും അതേപോലെ ചിക്കൻ കറിയോ ഏത് കറി വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ബാക്കി എല്ലാതും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. കണ്ടല്ലോ, നല്ല കനം കുറച്ച് നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഇത് വെറും കട്ടൻ ചായയുടെ ഒപ്പം ഇത് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ചട്നി കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറാകും. അപ്പോൾ ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയുണ്ട്. അപ്പോൾ ഇത് കൂടി കൂട്ടി നല്ല രുചികരമായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതേപോലെ എന്നും നമ്മൾ ഒരുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നല്ലൊരു ഇഷ്ടം തോന്നും. അപ്പോൾ ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അധിക നേരമൊന്നും പിടിക്കില്ല. മടി കൂടുന്ന സമയത്തോ അരി ആട്ടിയേക്കാൻ മറന്ന സമയത്തോ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.